അപ്പോൾ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ ഒരു കേക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. രാവിലെ 7 മണിക്ക് വേണമെന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ തലേന്ന് രാത്രി ഒത്തിരി ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ കിടന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രാവിലെ എണീച്ച് ചെയ്തതാണ്. പക്ഷേ പിന്നെ അവർ പറഞ്ഞു കേക്കിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 10 മണിയായപ്പോൾ തന്നാൽ മതിയെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയിട്ടോ ഉറങ്ങാൻ പറ്റാത്തതിൽ. കാരണം ആകെ ഒരു ദിവസം വെള്ളിയാഴ്ച അന്ന് സ്കൂളും മദ്രസയും ഒന്നും ഇല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചധികം നേരം കിടക്കാമെന്നൊക്കെ വിചാരിച്ച് കിടന്നതായിരുന്നു. അപ്പോഴായിരുന്നു ഈ പണി കിട്ടിയത്. പിന്നെ നമുക്ക് വേറൊരു കേക്കും സിമ്പിളായിട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ചെറുതായിട്ട് അപ്പവും പയറൊക്കെ കൊളുത്തി. പിള്ളേരൊക്കെ വീട്ടിലായതുകൊണ്ട് എനിക്കും ഉമ്മാക്കും മാത്രം മതിയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3-4 അപ്പവും ചുട്ട് പയറൊക്കെ കൊളുത്തി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ സിമ്പിളായിട്ടുള്ള കേക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ കേക്ക് നമുക്ക് കൊണ്ടു കൊടുക്കണമായിരുന്നു. അപ്പോൾ കൊണ്ടു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഹാമ്പറിലേക്ക് വേണ്ടിയിട്ട് ഒരു പെർഫ്യൂം വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെർഫ്യൂം അവർ പറഞ്ഞത് ആമസോണിൽ ഓർഡർ ചെയ്ത് വരുത്തിക്കാനായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് അത് കഷ്ടകാലത്തിന് ആ സമയത്ത് വന്നില്ല. അപ്പോൾ പിന്നെ വേറൊരു പെർഫ്യൂം സെറ്റാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവർ പറഞ്ഞ ബഡ്ജറ്റിൽ സെറ്റാക്കാൻ വേണ്ടി എൻ്റെ ഇക്കാട് ഫ്രണ്ടിൻ്റെ ഒരു കടയുണ്ടായിരുന്നു. ആ കടയിൽ ചെന്ന് നമ്മൾ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരത് സെറ്റ് ചെയ്ത് തന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പെർഫ്യൂം സെറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും വലിയ പണികളൊക്കെ ഉണ്ടെന്ന്. ഞാൻ വിചാരിച്ചു ഞാനങ്ങനെ പെർഫ്യൂമൊന്നും വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ സാധാരണ നമ്മൾ ഒരു സാധനം വാങ്ങാൻ കടയിലേക്ക് ചെല്ലുമ്പോൾ പൈസ കൊടുക്കണു, അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്പ്രേ സെലക്ട് ചെയ്തുകൊണ്ട് വരുന്നു. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ ഇത്രയും വലിയ പണി ഉണ്ടെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് മനസ്സിലായത്. അവരെന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യലും അങ്ങോട്ട് എന്തൊക്കെയോ ഇങ്ങോട്ട് എന്തൊക്കെയോ അവർ കാണിക്കണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ആ ഒരു ബോട്ടിലും നമ്മൾ ആ ഒരു ഞെക്കി സ്പ്രേ ചെയ്യണ സംഭവം ഒക്കെ അവർ സെറ്റ് ചെയ്യണത് ഇന്നാണ് ഞാൻ ലൈവായിട്ട് കണ്ടത്. ഇതിനു വേണ്ടി ചെന്നതുകൊണ്ടാണ് ഇതിന് ഇത്രയും വലിയ പണി ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ അവരെന്തൊക്കെയോ കാണിച്ച ബോട്ടിലേക്ക് സ്പ്രേ ഒക്കെ ആക്കി സെറ്റാക്കി എനിക്ക് സാധനം തന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവർ കസ്റ്റമർ കേക്ക് വന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഹാമ്പറിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി. ചെറിയ ബഡ്ജറ്റിൽ ചോക്ലേറ്റൊക്കെ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെ ഹാമ്പർ സെറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന സ്പ്രേ. പെർഫ്യൂം വളരെ ചെറുതാണെങ്കിലും ബോക്സ് ഭയങ്കര വലുതായിരുന്നു. കാരണം എനിക്കൊരു ബോക്സ് വേണമെന്ന് ഞാൻ പറഞ്ഞു. അത് നമുക്ക് ഹാമ്പറിൽ വയ്ക്കുമ്പോൾ ഒരു ബോക്സോട് വെച്ചാലോ ഭംഗിയുള്ളൂ. പക്ഷേ ഇതാണ് ഏറ്റവും ചെറിയ ബോക്സ് എന്ന് പറഞ്ഞാൽ അവർ തന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അതിന് ഹാപ്പി ബർത്ത്ഡേ ആലോ, അപ്പോൾ അതിൻ്റെ മുകളിലൊരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വേണം. അപ്പോൾ എൻ്റെ അടുത്ത് കേക്കിൽ വയ്ക്കുന്ന ടോപ്പറേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റിക്ക് ഞാൻ അങ്ങ് ഒടിച്ച് കളഞ്ഞിട്ട് അതവിടെ റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ ഹാമ്പർ ഇങ്ങനെ പറഞ്ഞ രീതിക്കൊക്കെ സെറ്റാക്കി. അപ്പോൾ ഇതാണ് ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ നമ്മൾ അതിൻ്റെ കുറച്ച് എല്ലാത്തിനും ഫോട്ടോ ആണല്ലോ മുഖ്യം. അപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും